ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഇച്ചിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്കറിയാം, നമുക്ക് യൂഷ്വലി പ്രഗ്നൻസിയിൽ നമ്മുടെ വയറൊക്കെ സ്ട്രെച്ച് ആയിട്ട് വയറിൽ കുറേ ഇച്ചിങ്ങി തോന്നാറുണ്ട്. അതുപോലെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ വണ്ണം വെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കൊരു ഇച്ചിങ് ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൈയുടെ വെള്ളയിലും കാലിൻ്റെ വെള്ളയിലും ഒക്കെ അസഹനീയമായ ചൊറിച്ചിലുണ്ടാവും. എന്നാൽ വലിയ റാഷസ് ഒന്നും ഉണ്ടാവില്ല. ഈ കൈവെള്ളയിലും കാൽവെള്ളയിലും ഫോക്കസ് ആയിട്ടായിരിക്കും ഇച്ചിങ് ഉണ്ടാവുന്നത്. എസ്പെഷ്യലി നൈറ്റ് ടൈമിലായിരിക്കും ഇത് ഭയങ്കരമായിട്ട് സിവിയറായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലാവുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു 3rd ട്രൈമസ്റ്റർ, അതായത് 7, 8, 9 മാസങ്ങളിൽ നമ്മുടെ പ്രസവ തീയതി അടുക്കുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഇതിനെ കോളിസ്റ്റാസിസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറിനെ കണ്ട് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടും വരും. ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന് നമുക്ക് LFTയോ ബൈൽ സോൾട്ടോ ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റായി ഇൻഡ്യൂസ് ചെയ്ത് നേരത്തെ തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.